ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാനുള്ളൊരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 5 ഡിജിറ്റ് നമ്പർ തരികയാണെങ്കിൽ അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഇത് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എക്സാമിന് മേ ബി ഒരു 6 ഡിജിറ്റ് നമ്പറിൻ്റെയോ അല്ലെങ്കിൽ 8 ഡിജിറ്റ് നമ്പറിൻ്റെയോ എന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പം പറയാം. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, അത് മീൻസ് ഒരു നമ്പർ കൊടുക്കുക, ഒരു 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്താൽ അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് തരുന്ന അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ആദ്യം എൻ്റർ ആൻ ഇൻറ്റീജർ നമ്പറും ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ നമ്പറിൻ്റെ ഡിജിറ്റ്സ്, ആ 5 ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് അതിൻ്റെ സമ്മ് എത്രയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ഈ നമ്പർ ഈസ് 30 എന്ന് പറഞ്ഞു. ഇതെന്ന് പറയുന്നത് 4 + 5 + 6 + 7 + 8 ആണ് 30 എന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 30 എന്ന സംഭവം നമ്മൾ സം ചെയ്ത് എടുക്കണം ഈ നമ്പറിൽ നിന്ന്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ മാനുവലി അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ എഴുതി കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മാനുവലി എങ്ങനെയാണ് കൗണ്ട് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോഗ്രാമും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാനിപ്പോൾ സാമ്പിളായിട്ട് ഈ ഒരു 5 ഡിജിറ്റ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. 23,456 എന്ന നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 20 ആണ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ 20 എന്ന് സം ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതിലുള്ള ഓരോ ഡിജിറ്റായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഈ നമ്പറിൽ നിന്ന് ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ സം ചെയ്ത് കൊണ്ടുവരും. ആദ്യം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഏറ്റവും റൈറ്റ് എൻഡിലെ നമ്പറാണ്. ആദ്യം 6നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ സം എന്ന് പറയുന്ന അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. സം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങുന്ന സമയത്ത് സം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിലേക്ക് 6 ആഡ് ചെയ്യുമ്പോഴേക്കും സം 6 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ നമ്മൾ ഈ 5നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ 6ന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ 5നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ നമ്മൾ പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. പ്രീവിയസ് സം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 6 ആണ് പ്രീവിയസ് സമ്മായിട്ട് എടുത്തത്. അതിലേക്ക് ഈ 5നെ കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും സം 11 ആവും. അതിനുശേഷം ഈ 4നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അത് ഈ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. സം നേരത്തെ 11 ആയിരുന്നു, 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 15 ആയി. അത് കഴിഞ്ഞിട്ട് അതിനെ ഈ 3 എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഈ സമ്മിലേക്ക് ആഡ് ചെയ്യാം. സം 15 എന്നുള്ളത് 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 18 ആവും. ഏറ്റവും അവസാനം പിന്നെ 2 കൂടെ ഉള്ളൂ. 2ഉം കൂടി 18ലേക്ക് ആഡ് ചെയ്യുമ്പോഴേക്കും 20 എന്ന വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ഡിജിറ്റ് ശ്രദ്ധിക്കുക, റൈറ്റ് എൻഡിൽ നിന്നാണ് നമ്മൾ ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം 6നെ എടുക്കും, അത് കഴിഞ്ഞ് 5നെ എടുക്കും, 4നെ എടുക്കും, 3 എടുക്കും, 2 എടുക്കും. അപ്പോൾ അങ്ങനെ റൈറ്റ് എൻഡിൽ നിന്ന് ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിനെ സം ചെയ്താണ് നമ്മൾ അതിൻ്റെ ആ ഡിജിറ്റ്സിൻ്റെ സമ്മ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയർ ഒരു ഓർഡറിൽ ചെയ്യാനായിട്ട് ഞാൻ ഒരു 3 ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻ ഇതേ ഓർഡറിൽ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ നമ്പറായിട്ട് റൈറ്റ് എൻഡിൽ ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അത് സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന ആ പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞാൻ അതിനെ ഒരു 3 ഇക്വേഷനായിട്ട് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതപ്പോഴും യൂസ് ചെയ്യുന്ന സെയിം അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പ്രോഗ്രാമിലോട്ട് നമ്മളങ്ങ് എഴുതും. അപ്പോൾ ഇതിൽ ഈ നം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻ്റർ ചെയ്ത് കൊടുത്ത ആ നമ്പർ, അതിനെയാണ് ഈ നം എന്ന് പറയുന്ന വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേജ് കഴിയും തോറും ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും. കാരണം ഈ റൈറ്റ് എൻഡിലെ ഓരോ ഡിജിറ്റായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്റ്റേജ് കഴിയും തോറും ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ആദ്യം ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 23,456 എന്ന നമ്പർ ആയിരുന്നിരിക്കും. അതിൽ നിന്ന് 6 എന്ന നമ്പർ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ പിന്നെ ബാക്കിയുള്ള 4 നമ്പേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അതിൽ നിന്ന് പിന്നെ 5 എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ ബാക്കി 3 ഡിജിറ്റ് നമ്പർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ നമ്പരെല്ലാം ഈ നം എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ നം എന്ന് പറയുന്ന വേരിയബിൾ. ഈ റം എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്ന റിമൈൻഡർ എത്രയാണോ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ റിമൈൻഡറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് REM എന്ന് പറയുന്ന റം എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഈ സം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 20 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തല്ലോ, ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് സം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം 6നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും, അത് കഴിഞ്ഞ് 5നെ എക്സ്ട്രാക്ട് ചെയ്ത് അത് 6ൻ്റെ കൂടെ ആഡ് ചെയ്യും, അപ്പോഴത്തേക്കും 11 ആവും. ആ 11 സം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം 4നെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഈ 11ലോട്ട് ആഡ് ചെയ്യും, അപ്പം 15 എന്ന വാല്യൂ ആവും. അതും ഈ സം എന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയും തോറും സം എത്രയാണോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സം എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനിവിടെ 3 വേരിയബിൾസിനെ പറ്റി പറഞ്ഞു, ഈ 3 ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന. അപ്പോൾ ഈ വേരിയബിൾസ് ഇതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിലോട്ടും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്താണ് ഈ ഇക്വേഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ
പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പം ഇതാണ് ഒരു 5 ഡിജിറ്റ് നമ്പർ. ഈ നമ്പറിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിലെ നമ്പറായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതായത് ഈ 23,456 എന്ന നമ്പറിൽ നിന്ന് 6 എന്ന നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഈ അവസാനത്തെ റൈറ്റ് എൻഡിലെ ഈ നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? നമ്മൾ മുന്നേയും ഒരു പ്രോഗ്രാമിൽ ഇത് കണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ആ നമ്പറിനെ ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കും. അപ്പം നമുക്ക് ഈ വാല്യൂ ഈ നമ്പറായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് റം ഈക്വൽ ടു %10. അതായത് നമ്പർ എന്ന് പറയുന്ന അതിന്, അതായത് ഇതാണ് ഈ നമ്പർ, ആ നമ്പർ എന്ന് പറയുന്ന അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. 23,456നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 6 ആണ് കിട്ടുന്നത്. നമുക്കിവിടെ വേണ്ടത് 6 എന്ന ഡിജിറ്റ് ആയിരുന്നല്ലോ നമുക്ക് വേണ്ടത്. അപ്പം ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുത്താൽ ആ അവസാനത്തെ ഡിജിറ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഈ റം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്, റിമൈൻഡർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടിയിരുന്നത് ഈ 5 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും റൈറ്റ് എൻഡിലെ നമ്പർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമായിരുന്നു. അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. അപ്പം നമുക്ക് അവസാനത്തെ ആ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആ 6നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സമ്മിനെ നമ്മൾ നേരത്തെ എടുത്ത സം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പ്രോഗ്രാം ആദ്യമായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് സമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ആ സമ്മിൻ്റെ കൂടെ ഈ റിമൈൻഡർ, ഇപ്പം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ആ റിമൈൻഡർ എന്ന് പറയുന്ന ആ വാല്യൂ കൂടെ സമ്മ് ചെയ്യുക എന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്. സം ഈക്വൽ ടു സം പ്ലസ് റെം എന്നുള്ളത്. അതായത് ഇവിടെ സം എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു, ആദ്യം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് 0 ആയിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ എക്സ്ട്രാക്ട് എടുത്ത ഈ വാല്യൂ, അത് റിമൈൻഡർ റെം എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ടായിരുന്നു സ്റ്റോർ ചെയ്തത്, അതിനെ ആഡ് ചെയ്യുന്നു. അതും സമ്മും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പുതിയ സമ്മ് 6 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ പുതിയ സം എന്ന് പറഞ്ഞാൽ ഇനി 6 ആണ്. അപ്പോൾ അത് കാണിക്കാനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 6 എന്നുള്ള സംഭവം എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബാക്കിയുള്ള നമ്പേഴ്സാണ്. ബാക്കിയുള്ള നമ്പേഴ്സിൽ നിന്ന് വേണം പിന്നെയും റൈറ്റ് എൻഡിൽ ഈ 5 എന്നുള്ളതിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് ഈ 6 എന്നുള്ളതിനെ പിന്നെ അങ്ങ് ഒഴിവാക്കണം. എന്നാലേ പിന്നെ അടുത്ത ബാക്കിയുള്ള 4 നമ്പേഴ്സിൽ ഏറ്റവും റൈറ്റ് എൻഡിലുള്ള 5നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ 6നെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അങ്ങ് എടുത്താൽ മതി. ഈ 23,456നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എടുത്ത് കിട്ടും. നമ്മൾ സാധാരണ കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ 23,456നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2,345.6 എന്നൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഒരു ഇൻറ്റീജറിനെ മറ്റൊരു ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ടും ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. അതായത് 23,456നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 2345 ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് കാണിക്കാനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. നം ഈക്വൽ ടു %10 എന്നുള്ളത്. നമുക്ക് ഈ അവസാനത്തെ ഈ നമ്പറിന് ഒഴിവാക്കണം. ഇവിടെ സമ്മിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നമ്പർ ആവശ്യമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സിൽ ഏറ്റവും റൈറ്റ് ഹാൻഡിലുള്ള നമ്പർ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പം എക്സ്ട്രാക്ട് ചെയ്ത നമ്പറിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്പറിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അങ്ങ് എടുക്കുന്നു. അതാണ് ഈ ഇക്വേഷൻ കൊടുത്തിരുന്നത് %10 എന്നുള്ളത്. ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ഡിജിറ്റ് നമ്പറിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അവസാനത്തെ നമ്പർ ഒഴിവാക്കി ബാക്കി ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടുന്നു. അതും എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെയാണ് കയറി സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും സം എന്ന് പറഞ്ഞാൽ 6 ആയിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2,345 എന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. 5 ഡിജിറ്റ് നമ്പറിന് പകരം ഇനി 4 ഡിജിറ്റ് നമ്പർ മാത്രമേ റിമൈനിങ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റേജിന് വീണ്ടും ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യണം. ആദ്യം ഈ നമ്മിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. ഈ 2,345നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയെന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടും. ഈ 5നെ പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. സം ഇവിടെ 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ആ 6ൻ്റെ കൂടെ ഈ 5ഉം കൂടെ ആഡ് ചെയ്യും. നമുക്ക് ഈ റൈറ്റ് ഹാൻഡിൽ ഈ നമ്പറായിരുന്നു, ഡിജിറ്റ് ആയിരുന്നു എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടിയിരുന്നത്. അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുമ്പോഴേക്കും നമുക്ക് ആ റൈറ്റ് ഹാൻഡിൽ നമ്പർ കിട്ടിക്കഴിഞ്ഞു. അതിനെ സമ്മിലോട്ട് ആഡ് ചെയ്തു. ഈ രണ്ടാമത്തെ ഇക്വേഷൻ സമ്മിലോട്ട് പ്രീവിയസ് സമ്മിലോട്ട് ആഡ് ചെയ്തപ്പോഴേക്കും 11 എന്ന് പുതിയ വാല്യൂ കിട്ടി. സമ്മിന് 11 എന്ന് പുതിയ വാല്യൂ കിട്ടി. ഇനി ഇവിടെ നമ്മൾ 5നെ എക്സ്ട്രാക്ട് ചെയ്ത് സമ്മിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 5നെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2345 എന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 234 എന്ന് കിട്ടും. അവസാനത്തെ 5നെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 234 ആണ് പുതിയ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ. പിന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പ് പോവുകയാണ്. അപ്പോൾ ഇനി 234നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. അപ്പം നമുക്ക് ഈ റൈറ്റ് ഹാൻഡിൽ ഈ 4 എന്ന ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. ആ 4നെ പ്രീവിയസ് സം ഇവിടെ 11 എഴുതി വെച്ചത്. സം എന്ന് പറഞ്ഞ് 11 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിൻ്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും പുതിയ സം 15 എന്ന് കിട്ടുന്നു. ഇനി ഈ 4നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ 234നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 234നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും
ആൻസർ 23 എന്ന് കിട്ടുന്നു. ഈ 23 ആണ് പുതിയ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി വീണ്ടും അടുത്ത സ്റ്റേജിൽ വീണ്ടും ഈ 3 ഇക്വേഷൻസ് ഇതേ ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം വീണ്ടും 23 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുന്നു, 3 എന്ന് കിട്ടുന്നു. കാരണം 23യുടെ റൈറ്റ് എൻഡിലെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു. 3 എന്ന ഡിജിറ്റ് ആയിരുന്നു നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഈ നമ്പറിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുമ്പോഴേക്കും 3 കിട്ടുന്നു. അതിനെ പ്രീവിയസ് സമ്മിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ സമ്മ് 15 ആണ് വെച്ചിരുന്നത്, അതിൻ്റെ കൂടെ 3യും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 18 എന്നാവുന്നു സമ്മ്. ഇനി ഈ 3യെ നമുക്ക് ഒഴിവാക്കണം. അതിനുവേണ്ടി 23യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിസൾട്ട് എടുക്കുന്നു. അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 2 എന്ന ആൻസർ കിട്ടുന്നു. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പ്, ഇനിയും തീർന്നില്ല, ഈ ഒരു 2 എന്ന നമ്പറും കൂടെ ഈ സമ്മിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെയും ഈ 3 ഇക്വേഷൻസ് പിന്നെയും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എത്രയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് 2 എന്ന ഡിജിറ്റ് കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ തന്നെ 2 കിട്ടി, എന്നാലും അതിനെ നമ്മൾ വീണ്ടും ഈ ഇക്വേഷൻസ് ഇതേ ഓർഡറിൽ തന്നെ ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയെന്ന് എടുക്കുമ്പം അവിടെയും റിമൈൻഡർ 2 എന്ന് തന്നെ കിട്ടുന്നു. അതിൻ്റെ പ്രീവിയസ് സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു. ഇവിടെ 18 എന്നാണ് സം എഴുതി വെച്ചിരുന്നത്, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 20 എന്ന് കിട്ടുന്നു. ഇപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല, 20 എന്ന് കിട്ടുന്നു. ഇനി ഈ 2ന് ഇപ്പോൾ നം എന്ന് പറയുന്ന അതിൽ 2 എന്ന നമ്പറാണ് ഇവിടെ നിൽക്കുന്നത്, 2 എന്ന നമ്പറാണ് ഇരിക്കുന്നത്. അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ എത്രയാണ് എടുക്കുന്നത്. അപ്പോൾ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ 0 എന്നായിരിക്കും കിട്ടുന്നത്. കാരണം ആക്ച്വലി കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പം 0.2 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിങ്ങിലായതുകൊണ്ട് 2/10 എന്ന് പറഞ്ഞാൽ ആൻസർ 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ നം എന്ന് പറയുന്ന ഈ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന തുടക്കത്തിൽ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങിയപ്പം നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 5 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. അതേസമയം അതിങ്ങനെ 3-4 സ്റ്റേജ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 0 എന്ന വാല്യൂ, നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് 0 എന്ന വാല്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും ഈക്വേഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി വീണ്ടും ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആയി. അതായത് 5 ഡിജിറ്റ് നമ്പറിൽ നിന്നും ഓരോ നമ്പേഴ്സായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്ത് ആദ്യം 6 എക്സ്ട്രാക്ട് ചെയ്തു, പിന്നെ 5 എക്സ്ട്രാക്ട് ചെയ്തു, 4 എക്സ്ട്രാക്ട് ചെയ്തു, 3 എക്സ്ട്രാക്ട് ചെയ്തു, 2ഉം എക്സ്ട്രാക്ട് ചെയ്തു. പിന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ നമ്പറും എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വാല്യൂ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് വീണ്ടും ഈ 3 ഇക്വേഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നം എന്ന് പറയുന്ന വേരിയബിൾ 0 ആയി കഴിഞ്ഞു. അപ്പോൾ അതുവരെ സമ്മിൽ ഉണ്ട് വേരിയബിൾ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണ്, അതാണ് നമ്മുടെ ഇതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത്, ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പ്രോഗ്രാം എഴുതുമ്പം വൈൽ ലൂപ്പ് ബോഡി ആയിട്ട്, അതായത് വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ആദ്യം സ്റ്റുഡിയോയോട് വെച്ച് ഇൻറ്റ് മെയിനൊക്കെ എഴുതി, അത് കഴിഞ്ഞ് ഒരു 3-4 വേരിയബിൾസ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് നമ്മ്, സമ്മ്, REM റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള റം, പിന്നെ N എന്നീ 4 വേരിയബിൾസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ നം എന്ന് പറഞ്ഞാൽ അത് കീബോർഡിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് സ്വീകരിക്കണം. എൻ്റർ ഇൻറ്റീജർ നമ്പർ 5 ഡിജിറ്റ് ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഈ നമ്പറായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ സമ്മും റെമ്മും, ഈ 2 വേരിയബിൾസ് ഉണ്ട്. സം എന്ന് പറയുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ 30 ഒക്കെ കണ്ടുപിടിച്ചെടുത്തല്ലോ. അപ്പോൾ ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സം എന്ന് പറയുന്ന വേരിയബിൾ, അത് ഓരോ സ്റ്റേജിലും ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോയതാണ്. ഈ വേരിയബിളിലോട്ടാണ് ആഡ് ചെയ്ത് അതിനെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് സം എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യിക്കുന്നത്. റെം എന്ന് പറയുന്ന റിമൈൻഡർ, കിട്ടുന്ന ഇത് നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് റെം എന്ന് പറയുന്ന ആ വേരിയബിൾ ഉപയോഗിക്കുന്നത്. പിന്നെ N എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ഞാൻ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അത് ഈ ലൂപ്പ് ബോഡിക്ക് അകത്ത് വെച്ച് ആ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം 5 ഡിജിറ്റ് നമ്പറായിരുന്നു. ഒരു തവണ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ നമ്പർ ഒരു 4 ഡിജിറ്റ് നമ്പറായിട്ട് മാറും. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ നമ്പർ ഒരു 3 ഡിജിറ്റ് നമ്പറായിട്ട് മാറും. അപ്പോൾ അതെല്ലാം ഈ നം എന്ന് പറയുന്ന വേരിയബിളിനാണ് ആ ചേഞ്ചസ് എല്ലാം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും തോറും ഓരോ ഡിജിറ്റ് വീതം ഈ നമ്പറിൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ ഈ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നെങ്കിലും അത് പിന്നീട് ചേഞ്ച് വരുന്നുണ്ട്. എല്ലാം ചേഞ്ച് ചെയ്ത് അവസാനം 0 വരെ ആവുന്നുണ്ട്. ഇവിടെ കണ്ടറിയാം, ഓരോ സ്റ്റേജിലും ആ ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു വന്ന് അവസാനം 0 ആയി പോകുന്നുണ്ട്. അപ്പോൾ അതായത് ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഈ ആക്ച്വലായിട്ടുള്ള വാല്യൂ സത്യം പറഞ്ഞാൽ അവിടെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്, മോഡിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അവസാനം റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ട സമയത്ത് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനൊരു നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ അത് നമുക്ക് നം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുക്കാനൊക്കത്തില്ല. നമ്മളിവിടെ ഈ പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് % d ഈസ് % d എന്ന് കൊടുത്തിട്ടുണ്ട്.
ഈ രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡിയുടെ അവിടെയാണ് സം എന്ന അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി സം എന്ന് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ നമ്പർ ഡിസ്പ്ലേ ചെയ്യേണ്ടടുത്ത് ഈ നം എന്നാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അതിവിടെ ഡിസ്പ്ലേ ആവോ? കാരണം ഇതിവിടെ നമ്മളവിടെ ഓരോ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും ഈ ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതോറും ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതായത് ആക്ച്വലായിട്ടുള്ള നമ്പർ അവിടെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അത് ഇങ്ങനെ ഒരു സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് ഇവിടെ നം എന്നാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 0 എന്നേ അപ്പയർ ആകത്തുള്ളൂ. കാരണം അതിനെ ഇവിടെ ഓരോ ഡിജിറ്റായിട്ട് റിമൂവ് ചെയ്ത് ഈ നം എന്ന് പറയുന്ന വേരിയബിളിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ഇതിവിടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അവസാനം 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നം എന്നാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 0 എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ അതിൻ്റെ ഒരു കോപ്പി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കും. ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഈ നമ്പറിനെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മളൊരു n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അതിൻ്റെ വാല്യൂവിനെ ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ n = നം എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന സമയത്ത് നമ്മിന് പകരം n എന്നായിരിക്കും നമ്മളോട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബാക്കപ്പ് പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വേരിയബിളായിരിക്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനൊക്കെ. അതിനു വേണ്ടിയാണ് n എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 വേരിയബിൾസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഇൻഡിജർ നമ്പർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് വെക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എന്താ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു നമ്പർ ഇൻഡിജർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നത്, നമ്മളൊരു ഇൻഡിജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, ഒരു 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, അത് നം എന്ന് പറയുന്ന വേരിയബിളോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബാക്കപ്പായിട്ട് n എന്ന് പറയുന്ന വേരിയബിളോട്ട് അതിനെ ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ വൈൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ വൈൽ എന്ന് എഴുതിയിട്ട് ഈ കണ്ടീഷൻ്റെ അകത്ത് ഈ കണ്ടീഷനായിട്ട് നം >0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ നം >0 എന്ന് പറഞ്ഞാൽ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എപ്പോഴൊക്കെ >0 ആയിരിക്കുമോ അപ്പോഴെല്ലാം ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആദ്യം തുടക്കത്തിൽ ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 45,678 എന്നായിരിക്കും. ഓരോ തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതോറും, ഓരോ തവണ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോറും ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 45,678 ആയിരിക്കും. രണ്ടാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 4,567 ആവും. അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 456 ആയിരിക്കും. അങ്ങനെ കുറഞ്ഞു വരികയായിരിക്കും. എപ്പോഴാണോ 0 എത്തുന്നത് അതുവരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ 0 എത്തിയപ്പോഴാണ് ഈ പ്രോസസ്സ്, ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്, ഈ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് 0 എത്തിയപ്പോഴാണ് നമ്മൾ എത്തിയത്. ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 എത്തിയപ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇവിടെയും 0 എത്തുമ്പോൾ മാത്രമേ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ >0 ആണെങ്കിൽ ഈ 3 ഇക്വേഷൻസ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ 0 ആവുന്നത്, ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴാണോ 0 ആവുന്നത് അവിടെ വെച്ച് നമ്മൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അവിടെ വെച്ച് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് അതുവരെയുള്ള സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആക്ച്വലി 5 ഡിജിറ്റ് നമ്പർ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതില്ല. ഇവിടെ നമ്മളിവിടെ ഇതിപ്പം കാണിക്കാനായിട്ട് ഒരു 5 സ്റ്റേജ് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 5 ഡിജിറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ 8 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും 10 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും എത്ര ഡിജിറ്റിൻ്റെ നമ്പർ ആയിരുന്നാലും ഒരേ പ്രോഗ്രാം തന്നെ മതി. കാരണം ഡിജിറ്റിൻ്റെ എണ്ണം വെച്ചിട്ടല്ലേ ഇവിടെ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ >0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മളിപ്പോൾ 5 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും 6 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും 10 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും അതിനനുസരിച്ച് ആ ഡിജിറ്റ്സിൻ്റെ സമ്മ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് സി പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ആൻ ഇൻറ്റീജർ എന്ന് കൊടുത്തിട്ടുള്ളത്. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ 5 ഡിജിറ്റ് ഇൻറ്റീജർ എന്നല്ല കൊടുത്തിരിക്കുന്നത്. എത്ര ഡിജിറ്റുള്ള ഇൻറ്റീജർ ആയിരുന്നാലും ഈ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ. അപ്പം 4 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താലും 10 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താലും അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഡിജിറ്റ് സം എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. ഡിജിറ്റ്സിൻ്റെ സം, ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇത് നമുക്ക് ആക്ച്വലി വൈൽ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കത്തുള്ളൂ, ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഫോർ ലൂപ്പ് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോഗ്രാം എഴുതുന്നത്. അപ്പം ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ പ്രോഗ്രാം എഴുതാനായിട്ട് ശ്രമിക്കുക.
നമ്മളിവിടെ ഇപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും, ഇത്രയും വലിയ ലോജിക്കൊക്കെ ഉണ്ട് എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ സത്യം പറഞ്ഞാൽ കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്, മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ നമുക്ക് ഡിജിറ്റ്സിൻ്റെ സം, ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകണം ഇതിൻ്റെ ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് സമ്മിലോട്ട് ആഡ് ചെയ്യണം എന്നൊരു ലോജിക്ക് നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ ഇതിലുള്ള ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്രയെന്ന് എടുക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഓരോ ഡിജിറ്റായിട്ട് റൈറ്റ് ഹാൻഡിൽ ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അടുത്ത തവണ ആ നമ്പർ തന്നെ വീണ്ടും എടുക്കാതിരിക്കാനായിട്ട് ആ നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത നമ്പറിനെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിസൾട്ട് എടുക്കുമ്പോഴേക്കും ഈ റൈറ്റ് ഹാൻഡിലെ നമ്പർ അങ്ങ് ഒഴിവാകും. എന്നിട്ട് ബാക്കിയുള്ള നമ്പറേ കാണത്തുള്ളൂ. ആ ബാക്കിയുള്ള നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുമ്പോഴേക്കും പിന്നെ റൈറ്റ് ഹാൻഡിലെ നമ്പർ കിട്ടും. അങ്ങനെ ഓരോ നമ്പർ ബൈ നമ്പർ ആയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, സമ്മിലേക്ക് ആഡ് ചെയ്ത് കഴിയുന്നു. എന്നാൽ എക്സ്ട്രാക്ട് ചെയ്തിരുന്ന നമ്പറിനെ ഒഴിവാക്കാനായിട്ട് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 3 ഇക്വേഷനാണ് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ആക്ച്വലി പഠിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു കണ്ടീഷൻ, ഇത്രയും ഇതിൻ്റെ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വേറെയും 3-4 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ഇനി അടുത്ത വീഡിയോയിലും ഇതുപോലത്തെ ഒരു പ്രോഗ്രാം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ലൂപ്പ് ബോഡിയിലകത്ത് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇതുപോലത്തെ ഒരു കണ്ടീഷൻ തന്നെയാണ് അതിലും ഉപയോഗിക്കുന്നത്, ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് അതിലും ഉപയോഗിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ പിന്നത്തെ ഇനിയൊരു 3-4 പ്രോഗ്രാംസ് കൂടെ നിങ്ങൾക്ക് സ്വയം പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇങ്ങനത്തെ 1-2 പ്രോഗ്രാംസ് കൂടെ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഡിജിറ്റ്സിൻ്റെ സം, ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഒന്നിൽ കൂടുതൽ ഡിജിറ്റ്സ് ഉള്ള ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ >0 ആയിക്കുന്നിടത്തോളം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെ ട്രൂ ആയിരിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ഇതിൻ്റെ അകത്തുള്ള ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആകുന്നത്, അവിടെ വെച്ച് ഈ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങും. എന്നിട്ട് അതുവരെയുള്ള സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതായിരിക്കും സം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 5 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും 10 ഡിജിറ്റ് നമ്പർ ആയിരുന്നാലും ഇതേ പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ, ഒരു മോഡിഫിക്കേഷനും ഇല്ലാതെ ഇതേ പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ മറ്റൊരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.